ആദാനം ഒരു ഭാഷാ മൂലകത്തെ മറ്റൊരു ഭാഷയിൽ നിന്ന് സ്വീകരിക്കുന്ന പ്രക്രിയയാണ് ആദാനം. ഒരു ഭാഷാ മൂലകത്തെ എന്ന് പറയുന്നത് സ്വനമോ സ്വനിമമോ അല്ലെങ്കിൽ രൂപിമമോ പദമോ പ്രയോഗവിശേഷമോ ഏതെങ്കിലും ആവാം. അത് പൂർണ്ണമായോ ഭാഗികമായോ കടം വാങ്ങലാണ് ആദാനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു ഭാഷയിൽ നിന്ന് മറ്റൊരു ഭാഷയിലേക്ക് വാക്കുകളെ കടമെടുക്കലാണ് ആദാനം എന്ന് പറയുന്നത്. ഇങ്ങനെ കടമെടുത്ത വാക്കുകളെ വായ്പാ വാക്ക് അല്ലെങ്കിൽ ആദത്ത പദം ലോൺ വേർഡ് എന്നാണ് വിളിക്കുന്നത്. മറ്റൊരു ഭാഷയിൽ നിന്ന് കടമെടുത്ത വാക്കുകളെയാണ് വായ്പാ വാക്ക് അല്ലെങ്കിൽ ലോൺ വേർഡ് എന്ന് പറയുന്നത്. വ്യക്തികൾ തമ്മിൽ വിഭിന്ന ഭാഷകളോ ഉപഭാഷകളോ വ്യക്തിഭാഷകളോ സംസാരിക്കുമ്പോൾ തമ്മിൽ ഇടപഴകുമ്പോൾ ഭാഷകൾ തമ്മിൽ സമ്പർക്കമുണ്ടാകുന്നു. ഭാഷ സമ്പർക്കത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന വ്യക്തിയുടെ ഭാഷയ്ക്കാണ് പ്രാഥമിക ഭാഷ അല്ലെങ്കിൽ പ്രൈമറി ലാംഗ്വേജ് എന്ന് പറയുന്നത്. ഭാഷാ സമ്പർക്കത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന വ്യക്തിയുടെ ഭാഷയ്ക്ക് പ്രൈമറി ലാംഗ്വേജ് അല്ലെങ്കിൽ പ്രാഥമിക ഭാഷ എന്ന് വിളിക്കുന്നു. മാതൃഭാഷ എന്ന് അർത്ഥമാക്കുന്നത് ഇത് തന്നെയാണ്. ഏതു ഭാഷയുമായി സമ്പർക്കത്തിൽ ഏർപ്പെടുന്നുവോ അതിനെയാണ് സെക്കൻഡറി ഭാഷ അല്ലെങ്കിൽ ദ്വിതീയ ഭാഷ എന്ന് വിളിക്കുന്നത്. മറ്റു ഭാഷകളുമായി സമ്പർക്കത്തിൽ ഏർപ്പെടുമ്പോൾ അവരുടെ ഭാഷയുടെ സ്വാധീനം നമ്മുടെ ഭാഷയിൽ കടന്നു വരുന്നത് സ്വാഭാവികമാണ്. ഭരണസ്ഥിര കേന്ദ്രങ്ങൾ, വ്യാപാരം, അതിർത്തി പ്രദേശങ്ങൾ, പ്രധാനപ്പെട്ട വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിലാണ് ഇത്തരത്തിൽ ഭാഷാ സമ്പർക്കം ഉണ്ടാകുന്നത്. ഇംഗ്ലീഷ് ഭാഷയുടെ സ്വാധീനം അവരുടെ കോളനികളിൽ സജീവമായിരുന്നു. ഭാഷകളുടെ സമ്പർക്ക ഫലമായി ഉണ്ടാകുന്ന പരിണാമങ്ങൾ ചില കാര്യങ്ങളിൽ താൽക്കാലികമായിരിക്കും. വ്യാകരണപരമായ കാര്യങ്ങളിലും താൽക്കാലികം തന്നെയാണ്. ചിലപ്പോൾ മാത്രം സ്ഥിരമായ പരിണാമങ്ങളും സംഭവിക്കാറുണ്ട്. ആദാനം രണ്ട് രീതിയിലാണ് നടക്കുന്നത്. ഒന്ന്, ആവശ്യ നിർവഹണം, ആവശ്യം നടക്കുന്നതിന് വേണ്ടിയാണ്. മറ്റ് ദേശങ്ങളിലുള്ളവരുമായി സമ്പർക്കത്തിൽ ഏർപ്പെടുമ്പോൾ അവർ ഉപയോഗിക്കുന്ന ചില വസ്തുക്കളെ കുറിക്കാൻ നമ്മുടെ ഭാഷയിൽ പകരം പദങ്ങൾ ഉണ്ടാവുകയില്ല. ഉദാഹരണം, ഇംഗ്ലീഷിൽ നിന്ന് വന്ന ബെഞ്ച്, ഡെസ്ക്, ചോക്ക്, പെൻസിൽ എന്നിവ. രണ്ടാമത്തേത് മാന്യതാബോധമാണ്. മാന്യത പോരാ എന്ന് തോന്നുമ്പോൾ അന്യഭാഷാ പദങ്ങൾ പകരം ഉപയോഗിക്കാറുണ്ട്. തന്ത, തള്ള, ചൊറി തുടങ്ങിയ പദങ്ങൾ മാന്യത പോരാഞ്ഞിട്ട് അച്ഛനും അമ്മയും വ്രണവുമാകുന്നു. അതുപോലെ തന്നെ മുഖം ഫേസ് ആകുന്നതും ഉച്ചയൂണ് ലഞ്ച് ആകുന്നതും ഇതിനുദാഹരണമാണ്.